ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉപ്പുമാവാണേ. അതിനായിട്ട് ഞാൻ കുറച്ച് റവ മാവും പിന്നെ കുറച്ച് തേങ്ങാപ്പാലും പിന്നെ കുനുകുനാന്നരിഞ്ഞ കുറച്ച് സവാളയും ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റും പച്ചമുളകും പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പും 2 വറ്റൽമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പെടുത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പിന്നെ കുനുകുനാന്ന് അരിഞ്ഞെടുത്ത കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളകും വറ്റൽമുളകും പിന്നെ നമ്മൾ ക്യാരറ്റും കൂടി ഇട്ട് എല്ലാം കൂടി നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതായത് തേങ്ങാപ്പാൽ ഒഴിച്ചു, അങ്ങനെ എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വരണം. അപ്പോഴാണ് നമുക്ക് റവ മാവിടാനുള്ള സമയമാവുന്നത്. അങ്ങനെ തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ മാവും കൂടി ഇട്ട് കൊടുത്തു. ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഇടുന്നതനുസരിച്ച് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇല്ലെങ്കിൽ നമുക്ക് മാവ് പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്ത് കട്ടകളൊക്കെ ഉടച്ചു കൊടുക്കണം. അങ്ങനെ ഈ പരുവത്തിൽ നമ്മൾ ഉപ്പുമാവ് കിണ്ടിയെടുക്കണം. നല്ല തുറന്ന് വരുന്ന സമയമാകുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആവുന്നതാണ്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കാണുന്ന പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.